ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 1 ദിനവൃത്താന്തം 24 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 1 ദിനവൃത്താന്തം 25 അധ്യായം 8 വാക്യം. താന്താങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. ഇന്നത്തെ വായനഭാഗത്ത് പ്രധാനമായും ആരാധനയുടെ വിവിധ ക്രമീകരണങ്ങളെയും ദൈവാലയ ശുശ്രൂഷയിൽ പുലർത്തേണ്ടതായ വിശ്വസ്തതയെക്കുറിച്ചുമാണ് കാണുന്നത്. ദാവീദ് രാജാവ് തൻ്റെ ഭരണ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തുന്നതായി കാണുന്നു. ദൈവാലയത്തിലെ ശുശ്രൂഷകൾക്കായി ലേവ്യരെയും പുരോഹിതന്മാരെയും നിയമിക്കുന്നു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ്. 1 ദിനവൃത്താന്തം 24 അധ്യായത്തിൽ അഹരോന്റെ പുത്രന്മാരെ 24 ഗണങ്ങളായി തിരിച്ച് അവർക്ക് ശുശ്രൂഷ ചുമതലകൾ നൽകുന്നു. കാരണം ഇവരായിരുന്നുവല്ലോ പുരോഹിതന്മാർ. ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനമായൊരു കാര്യം എന്നത് ചീട്ട് അഥവാ നറുക്കിട്ടായിരുന്നു ശുശ്രൂഷകൾ അന്നത്തെ കാലത്ത് നിർവഹിച്ചിരുന്നത്. അതിലൂടെ ഏവർക്കും തുല്യത നൽകുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം ദൈവരാജ്യത്തിൽ വലിയവനെന്നോ ചെറിയവനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. പിന്നെയോ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ എല്ലാവർക്കും തുല്യമായിട്ടാണ് അവസരങ്ങൾ നൽകുന്നത്. നമ്മുടെ അധികാരങ്ങളോ നമ്മുടെ പദവിയോ നമ്മുടെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല പ്രധാനം. ഈ ശുശ്രൂഷകൾക്കായി ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ, ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അതിനാൽ ദൈവസന്നിധിയിൽ നാം എല്ലാവരും തുല്യരാണ്. അത് നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട്, ദൈവസന്നിധിയിൽ കൂട്ടായ്മയ്ക്ക് ഏറെ സ്ഥാനമുണ്ട്. ഇവിടെ നമുക്ക് ഭണ്ഡാര വിചാരകന്മാരും വാതിൽ കാവൽക്കാരും ഏവരും ഒത്തൊരുമിച്ചാണ് ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. അപ്രകാരമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ആരും ആരെക്കാളും കുറഞ്ഞവരോ ശ്രേഷ്ഠരോ അല്ല. കൂട്ടായ്മയോടെ കൂട്ടുത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ സൂക്ഷിക്കുക എന്നതും വളരെ വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. നാമും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയോ ഇടവകയ്ക്കു വേണ്ടിയോ ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് വാതിൽ കാവൽക്കാരായാലും ശുചീകരണമായാലും കൂട്ടുത്തരവാദിത്തമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പുരോഹിതന്മാരും സംഗീതജ്ഞരും വാതിൽ കാവൽക്കാരും ഏവരും ഒത്തുചേർന്നപ്പോഴാണ് ദൈവാലയത്തിൻ്റെ ശുശ്രൂഷ പൂർണ്ണമായത്. അതിനാൽ പ്രിയമുള്ളവരെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ എന്ന്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങൾ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ് എന്ന ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ മനസ്സിലാക്കുവാൻ ഇടയാക്കിയല്ലോ. അതിനാൽ ഞങ്ങളുടെ ഇടവകയിലും ഞങ്ങളുടെ സമൂഹത്തിലുമെല്ലാം കൂട്ടുത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഏവരെയും അവിടുന്ന് ഒരുക്കണമേ. ആമേൻ.